എന്ന പ്രശസ്തമായ മദ്ഹ് ഗീതം രചിക്കുന്നത് അവിടുത്തെ രോഗശമനം നിയ്യത്ത് ചെയ്തുകൊണ്ട്, രോഗം മാറാൻ നിയ്യത്ത് ചെയ്തുകൊണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് എഴുതിയത്. അതാണല്ലോ പ്രശസ്തമായ പ്രഗൽഭമായ ബുർദ എന്ന് വിളിക്കപ്പെടുന്ന ബുർദ ബൈത്ത്. ആ ബൈത്തിന്റെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞുകൊണ്ട് ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി എങ്ങനെ അവസാനിപ്പിക്കണമെന്നറിയാതെ മദ്ഹ് പറഞ്ഞു അത് നിർത്താൻ കഴിയാതെ അവസാനം ഒരു താൽക്കാലിക വിരാമമെന്നോണം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് എത്ര പറഞ്ഞാലും തീരില്ലെന്ന ബോധ്യത്തോടുകൂടി തന്നെ ഒരു താൽക്കാലിക വിരാമമെന്നോണം അവിടുന്ന് അവസാനമായി ഒരു അരവരി എഴുതുകയാണ്. വമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതിൻ്റെ, എനിക്ക് ലഭിച്ച വിവരത്തിൻ്റെ അവസാനം ഫീഹി അന്നഹു ബശറുൻ, നബി തങ്ങൾ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷേ മഹാനവറുകൾ ആലോചിക്കുന്നു, ഈ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അതുവരെ വാഴ്ത്തി പറഞ്ഞ അവിടുത്തെ പ്രകീർത്തിച്ചതെല്ലാം മസ്താനത്താകുമോ? ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ആശങ്കയോടെ വേവലാതിയോടെ ഇതെങ്ങനെ പൂർത്തീകരിക്കുമെന്ന് ശങ്കിച്ചു നിൽക്കുമ്പോൾ അവിടുത്തെ മയക്കത്തിലേക്ക് കടന്നു വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബൂസൂരി തങ്ങളുടെ ഉറക്കിലേക്ക്, സ്വപ്നത്തിലേക്ക്, മയക്കത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വരി പൂർത്തീകരിച്ചു കൊടുക്കുകയാണ്. വമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. നബി തങ്ങൾ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി, എന്നാൽ ഒരു സാധാരണ മനുഷ്യനല്ല, സകല സൃഷ്ടികളിലും ശ്രേഷ്ഠരായ മനുഷ്യരാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെയാണ് ബുർദ അവസാനിപ്പിക്കുന്നത്. പുണ്യനബിയുടെ മദ്ഹ് എത്ര പറഞ്ഞാലും തീരില്ല. അങ്ങനെ ഈ പുണ്യമാസത്തിൽ എന്നല്ല, എപ്പോഴും അവിടുത്തെ മദ്ഹുകളോട് ലയിച്ചു ചേരാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.